Hello everyone, welcome to Enlearn Academy CUET UG Biology classes. I'm Lulu Shedha, your biology tutor. So today, let's discuss about something truly universal, that is reproduction. ഒരു ചെറിയ ബാക്ടീരിയ ആയിക്കോട്ടെ, ഒരു വലിയ ട്രീ ആയിക്കോട്ടെ, ഓർ എ ഹ്യൂമൻ ബീങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, reproduction is the fundamental process that ensures the continuity of life on earth. Okay, so today's chapter, reproduction in organism, gives us a peek into how living beings pass on their legacy to the next generation. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നിൽ വരുന്ന ഏത് ചാപ്റ്ററും മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഈ ഒരു റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലൈഫ് സ്പാൻ എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ലൈഫ് സ്പാൻ? ദ പീരിയഡ് ഫ്രം ബർത്ത് ടു ഡെത്ത് ഈസ് നോൺ ആസ് ലൈഫ് സ്പാൻ. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബർത്ത് ടു ഡെത്ത് ആ ഒരു ലൈഫ് ടൈമിനാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസം വാരീസ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ ഓർഗാനിസം. ദാറ്റ് മീൻസ് ഒരു പീകോക്കിന്റെ ലൈഫ് സ്പാൻ അല്ല ഒരു ഹ്യൂമൻ ബീങ്ങിനുള്ളത്, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ലൈഫ് സ്പാൻ അല്ല ഒരു ബനിയൻ ട്രീക്ക് ഉള്ളത്. എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെയൊക്കെ ലൈഫ് സ്പാൻസ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ഇനി നോക്കുന്നത് എന്തിനെയാണ് ഈ ലൈഫ് സ്പാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ജുവനിലിറ്റി, മെച്യൂരിറ്റി, ഏജിങ്, സെനസെൻസ് ആൻഡ് ഡെത്ത്. എന്താണ് ഈ സെനസെൻസ് എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഡെത്ത് ഓഫ് എവറി ഓർഗാനിസം ഈസ് എ സർട്ടൈനിറ്റി. ഓക്കെ, അതായത് എല്ലാ ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാൻ എന്തുമായിക്കോട്ടെ എല്ലാവർക്കും എന്തുണ്ട്, ഡെത്ത് ഓഫ് ഓർഗാനിസം അതൊരു സർട്ടൈൻ ആണ്. സർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി ആർക്കാണ് നമ്മൾ ഡെത്ത് ഇല്ലാത്തത് അല്ലെങ്കിൽ ആരാണ് ഇമ്മോർട്ടൽ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം അവർ ഇമ്മോർട്ടൽ ആണ്, അവർക്ക് മരണമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട്, അവരുടെ ലൈഫ് സ്പാൻ ആണ്. ഓക്കെ, സോ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ലൈഫ് സ്പാൻ വരുന്നത് ആർക്കാണ്? മീ ഫ്ലൈക്കാണ്, 1 ഡേ. പിന്നെ ബട്ടർഫ്ലൈ നോക്കുക, 1 to 2 വീക്സ് ഒക്കെ കാണപ്പെടാറുണ്ട്. ദെൻ ഫ്രൂട്ട് ഫ്ലൈ അതൊരു ഏകദേശം 3-4 വീക്സ് വരെ സർവൈവ് ചെയ്യും, 1 മന്ത് ആണ് ലൈഫ് സ്പാൻ. ഓക്കെ, ഇതൊരു ആവറേജ് ആണ്, നമ്മൾ 1 മന്ത് തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. നമ്മളത് പറഞ്ഞു, ആ ഒരു ഫാക്ടേഴ്സ് പറഞ്ഞില്ല, ജുവനിലിറ്റി, മെച്യൂരിറ്റി, സെനസെൻസ്, ഡെത്ത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ലൈഫ് സ്പാൻ. പിന്നെ നമുക്ക് റൈസ് പ്ലാന്റ് ആണ് ഇവിടെ നെക്സ്റ്റ് വരുന്നത്. റൈസ് പ്ലാന്റ് 4 മന്ത്സ് വരെയാണ്. ഓക്കെ, അതിൻ്റെ ലൈഫ് സ്പാൻ ഉള്ളത്. ദെൻ വീറ്റ് ഈസ് 5 മന്ത്സ്. റോസ് ആവുന്ന സമയത്ത് 10 ഇയേഴ്സ് വരുന്നുണ്ട്. ക്രോ 15 ഇയേഴ്സ് ആണ്. ബനാന ട്രീ 25 ഇയേഴ്സ് ആണ്. ബനിയൻ ട്രീ ഡിഫറെൻ്റ് ആണ് കേട്ടോ. കൗ എന്താണ്? 25 ഇയേഴ്സ് ആണ് ലൈഫ് സ്പാൻ വരുന്നത്. ഓക്കെ, സോ ഡോഗിനെ നോക്കുക, ഡോഗിന് 25 ഇയേഴ്സ് വരെ ലൈഫ് സ്പാൻ ഉണ്ട്. ദെൻ ക്രൊക്കഡൈൽ 60 ഇയേഴ്സ് ആണ് ലൈഫ് സ്പാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹോസ് എത്രയാണ്? 50 ഇയേഴ്സ് വരെ ജീവിക്കും. ദെൻ എലഫന്റിന്റെ ആവറേജ് ലൈഫ് സ്പാൻ വരുന്നത് 60 to 75 ഇയേഴ്സ്. ലൈക്ക് ഹ്യൂമൻസിന്റെ ഒക്കെ എന്താണ് 60 ഇയേഴ്സ് അല്ലെങ്കിൽ 65 ഇയേഴ്സ് ഒക്കെയാണ്. ഇപ്പൊ പിന്നെ നമ്മൾ കാലം മാറും തോറും ലൈഫ് സ്പാൻ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ദെൻ പാരറ്റ് 140 ഇയേഴ്സ് ഉണ്ട്. പാരറ്റ് ഒരു കുഞ്ഞു ജീവിയാണെന്നുണ്ടെങ്കിൽ 140 ഇയേഴ്സ് വരെ ഇവർക്ക് ജീവിക്കുക കേട്ടോ. ദെൻ ടോർട്ടോയ്സ് ആസ് ലൈക്ക് ഒരു സ്ലോ ജീവിയായ പോലെ തന്നെ അതിൻ്റെ ലൈഫ് സ്പാനും എന്താണ്? സ്ലോ ആണ്. അതായത് 100 to 150 ഇയേഴ്സ് വരെ ഒരു ടോർട്ടോയ്സിന് ജീവിക്കാൻ പറ്റും. ദെൻ നോക്കുക ബനിയൻ ട്രീൻ്റെ കേസ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. 200 to 300 ഇയേഴ്സ് വരെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ വലുതായിട്ട് ഇവരുടെ മരങ്ങളൊക്കെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, കുറേ കാലം ജീവിക്കാൻ പറ്റും ഇവർക്ക്. ദെൻ സെക്യൂട്രീനെയും മേ ബി പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കുറവാണ് എങ്കിൽ പോലും ഇവരുടെ ലൈഫ് സ്പാൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. 3000 to 4000 ഇയേഴ്സ് വരെ ഇവരുടെ ലൈഫ് സ്പാൻ ഉണ്ട്. സോ മനസ്സിലാക്കുക, നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ലൈഫ് സ്പാൻ എത്രയാന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്ത് NCERT ടെക്സ്റ്റ് ബുക്ക് റീഡിങ് കമ്പൽസറി ആണ്. അതിൽ മെൻഷൻ ചെയ്തത് കംപ്ലീറ്റ്ലി പഠിക്കണം. ഓക്കെ,
സോ അതിനുശേഷം നമ്മൾ എന്താണ് റീപ്രൊഡക്ഷൻ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ റേസ് ഇൻ വിച്ച് ദ ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽസ് ഗീവ് റൈസ് ടു ഓസ്പ്രിങ് സിമിലർ ടു ദം. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബയോളജിക്കൽ പ്രോസസ് ആണ്. എന്തിന്റെ? കണ്ടിന്യൂറ്റി ഓഫ് എ റൈസ്, ഒരു റൈസിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരാണ് ഇനി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ചെറിയ മെച്ചുവേർഡ് ആവാത്തവരൊന്നും എന്ത് ചെയ്യില്ല, റീപ്രൊഡ്യൂസ് ചെയ്യില്ല. ഗ്രോണപ്പ് ആണ്. ഈ ഒരു ഗ്രോണപ്പ് ആയവരാണ് അവരുടെ സിമിലർ ആയിട്ടുള്ള ഓസ്പ്രിങ്സിന് റൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഈ ഒരു റീപ്രൊഡക്ഷന്റെ 3 ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. സോ വാട്ട്സ് ദ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, enables the continuity of the species. Okay, enables continuity of the species. ഒരു സ്പീഷ്യസിന്റെ കണ്ടിന്യൂറ്റിന്റെ ഇത് എനാബിൾ ചെയ്യും. ദെൻ മെയിൻറ്റെയിൻസ് ദ ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ എർത്തിലെ ലൈഫ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ ക്രിയേറ്റ്സ് വേരിയേഷൻ എമംഗ് പോപ്പുലേഷനിൽ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എല്ലാവരും ഒരുപോലെയാണോ? അല്ല, വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു റീപ്രൊഡക്ഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സോ ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് 1 or 2 ഓർഗാനിസം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണ് റീപ്രൊഡക്ഷനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു പാർട്ടിസിപ്പേഷൻ ഓഫ് 1 or 2 ഓർഗാനിസം. 1 ഓർഗാനിസം ആണോ 2 ഓർഗാനിസം ആണോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ഓഫ് ഫോളോയിങ് 2 ടൈപ്സ്. ഫസ്റ്റ് വൺ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so what is asexual reproduction? A single parent is capable of producing offspring. 2 parents ഇല്ല, നോക്കണം. സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഹ്യൂമൻസിലൊന്നും എന്ത് നടക്കില്ല? ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കില്ല. ബിക്കോസ് വി നീഡ് ഗാമേറ്റ്സ്. ഓക്കെ, 2 പേഴ്സൺസ് വേണം. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരന്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദസ് ദ ഓസ്പ്രിങ് ആർ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ടു വൺ അനദർ ആൻഡ് ടു ദെയർ പാരന്റ്. ഇവരെല്ലാവരും എന്താണ്? അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരെല്ലാവരും ഒരേപോലെ ആയിരിക്കും. അവർക്ക് നമുക്ക് എന്ത് പറയാം? ക്ലോൺ എന്ന് പറയാം. ഓക്കെ, ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ദേ ആർ ഐഡന്റിക്കൽ ടു ഈച്ച് അതർ. ഓക്കെ അല്ലേ? ദെൻ ദ യൂണിറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോമൺലി ഫോമഡ് ഫ്രം ദ സൊമാറ്റിക് സെൽസ് ഓഫ് ദ പാരന്റ്. അപ്പൊ അവര് സൊമാറ്റിക് സെൽസ് എന്ന് തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഉണ്ട്. ഓക്കെ, മൈറ്റോസിസ് മാത്രമേ ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നുള്ളൂ. സോ മിയോസിസ് ഡസ് നോട്ട് ഒക്യൂർ ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ മിയോസിസ് നടക്കുന്നില്ല. ഓക്കെ അല്ലേ? റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ എമംഗ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മോർട്ടൽ ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസം ഓർക്കുന്നില്ലേ? സോ അവരുടെയിലും പിന്നെ ചില പ്ലാന്റ്സിലും ആനിമൽസിലും, പിന്നെ ആനിമൽസ് എന്ന് പറഞ്ഞാൽ തന്നെ സിമ്പിൾ ഓർഗാനൈസേഷനുള്ള, അതായത് സ്പോഞ്ചസ്, നിഡീറിയ, അതിലൊക്കെയാണ് നമ്മൾ അധികം അസെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുവരുന്നത്. ഓക്കെ, സോ സെൽ ഡിവിഷൻ ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്രോട്ടേസ്റ്റ് ആൻഡ് മുനിയറാൻസ്. എക്സാമ്പിൾ അമീബിയയിലൊക്കെ എന്താണ്? നമ്മൾ പാരന്റ് സെല്ലിനെ എന്ത് ചെയ്യാണ്? ന്യൂ ഇൻഡിവിജ്വൽസിന് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യും. അതാണ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മളെ ബോഡിയിലൊക്കെ RBC ഒക്കെ കുറേ സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി നമ്മളെ ബ്ലഡ് ഒക്കെ സർക്കുലേഷൻ നടക്കുന്നത്. സോ ഈ പറയുന്ന അമീബിയയിലൊക്കെ ഈ ഒരു സെൽ ഡിവിഷൻ, സിംപ്ലി ആ ഒരു സെൽ ഡിവിഷൻ തന്നെയാണ് അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ദ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, നമ്മൾ ഇനി ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. അതായത് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് ബൈ ഫോളോയിങ് മെത്തേഡ്സ്. ഈ ഒരു മെത്തേഡിലൂടെയൊക്കെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ, ബൈനറി ഫിഷൻ. സെക്കൻഡ്, മൾട്ടിപ്പിൾ ഫിഷൻ, ബഡിങ്, സ്പോർ ഫോർമേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു 5 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് പുറമെ വേറെ കുറച്ച് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു ആണ് അല്ലെ? സോ ഇൻ ബൈനറി ഫിഷൻ എ സെൽ സിംപ്ലി കോപ്പീസ് ഇറ്റ്സ് DNA ആൻഡ് ദെൻ സ്പ്ലിറ്റ് ഇൻ ടു. ബൈനറി ഫിഷൻ. ഓക്കെ, ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യാണ്. അവരെന്താണ്? സെൽ എന്ത് ചെയ്യും? DNA കോപ്പി ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? സിംപ്ലി ടു ആയിട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ടായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് ഡോക്ടർ സെൽസിനും അവർ DNA കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇത് നടക്കുന്നത് ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, പാരമീഷ്യത്തിലൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. സോ ബൈനറി ഫിഷൻ ഇൻ അമീബയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പാരന്റ് അമീബ. ഓക്കെ, പാരന്റ് അമീബ അതിന്റെ സൈറ്റോപ്ലാസ്, പിന്നെ അതിന്റെ ന്യൂക്ലിയസ് ഒക്കെ കാണുന്നുണ്ട്. ഈ ഒരു ന്യൂക്ലിയസിൽ എന്തുണ്ട്? അവരുടെ DNA, ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ബൈനറി ഫിഷനിലോട്ട് പോകുന്നത്? ആദ്യം ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, പിന്നെ സൈറ്റോപ്ലാസും ഡിവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ DNA രണ്ടിലുമായിട്ട് കോപ്പി ചെയ്തിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ന്യൂക്ലിയസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് ക്ലോൺ സെൽസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ടു ഡോട്ടർ സെൽസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഫോം ചെയ്ത് കിട്ടി. അതാണ് ബൈനറി ഫിഷൻ. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഫിഷൻ. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫിഷൻ, ബൈനറി ഫിഷൻ ഡിഫറെന്റ് ആവണേന്ന് ചോദിച്ചാൽ, മൾട്ടിപ്പിൾ ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. മൾട്ടിപ്പിൾ ഫിഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ന്യൂക്ലിയസ് ഓഫ് പാരന്റ് സെൽ ഡിവൈഡ് സെവറൽ ടൈംസ് ബൈ അമൈറ്റോസിസ് പ്രൊഡ്യൂസിങ് സെവറൽ ന്യൂക്ലിയസ്. അതായത് ഇവരെന്ത് ചെയ്യാണ്? കുറേ സെൽസ് ഫോം ചെയ്യും. ഓക്കെ, എമൈറ്റോസിസ് ആണ് ഇവിടെ രണ്ടായിട്ടില്ല ഡിവൈഡ് ചെയ്യുന്നത്, കുറേ ആയിട്ട് സെൽസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കുറേ ന്യൂക്ലിയസും കാര്യങ്ങളും ഡിവൈഡ് ചെയ്തിട്ട് കുറേ സെൽസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ക്ലോൺ സെൽസ് കുറേ ഫോം ചെയ്യും. ഓക്കെ, മെയിൻലി ഇത് നടക്കാറുള്ളത് പ്രോട്ടിസ്റ്റിലാണ്. ഫോർ എക്സാമ്പിൾ സ്പോറോസോയിൻസ് ആൻഡ് ആൽഗേസിലൊക്കെയാണ് മൾട്ടിപ്പിൾ ഫിഷൻ നടക്കാറുള്ളത്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ടു ടേംസ് ആണ്. എന്താണ് ആൻസെസ്റ്റേഷൻ, എന്താണ് സ്പോറിലേഷൻ? ഈ ഒരു രണ്ട് ടേംസും അമീബന്റെ കാര്യത്തിലാണ് നമ്മുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ലിസൺ ചെയ്യുക. In amoeba, under unfavorable condition, amoeba withdraw its pseudopodia and secrete a three-layered hard covering or cyst around itself known as encystation. മനസ്സിലായോ? അതായത് ഒരു അൺഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഒന്നും അവർക്ക് എന്താ ഫേവറബിൾ അല്ലാത്തൊരു കണ്ടീഷനാണ്, റീപ്രൊഡക്ഷന് ഫേവറബിൾ അല്ല, സെൽ ഡിവിഷന് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ അമീബ എന്ത് ചെയ്യും? അവരുടെ സൂഡോപോഡിയ ഉണ്ട്. സൂഡോപോഡിയ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസിനൊക്കെ ഉള്ളതാണ്. ഓക്കെ, സോ ആ ഒരു സൂഡോപോഡിയ വിത്ഡ്രോ ചെയ്യും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഒരു ത്രീ ലെയർഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് കവറിങ് അല്ലെങ്കിൽ സിസ്റ്റ് എന്ത് ചെയ്യും? അവർക്ക് മുകളിൽ തന്നെ ഫോം ചെയ്യും. അതിനാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ, ഒരു ഫേവറബിൾ കണ്ടീഷൻ റിട്ടേൺ ചെയ്താൽ ഈ ഒരു എൻസിസ്റ്റഡ് ആയിട്ടുള്ള അമീബ എന്ത് ചെയ്യും? അവർ ഡിവൈഡ് ചെയ്യും. എങ്ങനെ? മൾട്ടിപ്പിൾ ഫിഷൻ വഴി. ബൈനറി ഫിഷൻ അല്ല, മൾട്ടിപ്പിൾ ഫിഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ വിൽ ബി പ്രൊഡ്യൂസിങ് മെനി മൈന്യൂട്ട് അമീബ ഓർ സ്യൂഡോപോഡിയോസ്പോസ്. ഓക്കെ, ഇവിടെ സ്യൂഡോപോഡിയോസ്പോസ് എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, അമീബ ഈ ഒരു സ്യൂഡോപോഡിയ വിത്ഡ്രോ ചെയ്തിട്ടാണല്ലോ ഈ ഒരു സിസ്റ്റ് വാൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ ഇവരെന്ത് ചെയ്യും? ഈ ഒരു സിസ്റ്റ് വാൾ ബേസ്റ്റ് ചെയ്തിട്ട് സ്പോർസ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. അവിടെ വരുന്നു നെക്സ്റ്റ് പോയിന്റ്. ദിസ് ഈസ് നോൺ ആസ് സ്പോറിലേഷൻ. ഇതാണ് സ്പോറിലേഷൻ. ഓക്കെ അല്ലേ? സോ സ്പോറിലേഷനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻ സ്പോർ ഫോർമേഷൻ ദ പാരന്റ് ബോഡി പ്രൊഡ്യൂസ് ന്യൂമറസ് സ്പോർസ്. ഇവിടെ എന്താണ്? പാരന്റ് ബോഡി കുറേ സ്പോർസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം കേട്ടോ. ഈ ഒരു സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സാക്കിലാണ്. സാക്ക് ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ സ്പൊറാഞ്ചിയം എന്നാണ് സാധാരണ കേസിൽ പറയാറുള്ളത്. ഓക്കെ, ദിസ് വിൽ ബി ക്രിയേറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ് ന്യൂ വൺസ്. ന്യൂ ഇൻഡിവിജ്വൽസിനെ ഇവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവർ ടു വിത്ത് സ്റ്റാൻഡ് അൺഫേവറബിൾ കണ്ടീഷൻ ലൈക്ക് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ ഹ്യൂമിഡിറ്റി. അപ്പൊ എന്തിനാണ് ഇവർ ഈ ഒരു സിസ്റ്റ് വാൾ അല്ലെങ്കിൽ എൻസിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ഹ്യൂമിഡിറ്റിയിലൊന്നും ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ചില ബാക്ടീരിയസ് ഡിപ്പെൻഡ്സ് ഓൺ അമീബിയ ആൻഡ് ബാക്ടീരിയ, അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ. സോ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒക്കെ വന്നാലാണ് അവർ ഈ ഒരു സിസ്റ്റ് വാളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ അവർ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് മാറും. ഓക്കെ, ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ കേസ് ആയാലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, മോസസ്, ഫേൺസ്, മോൾസ് ആൻഡ് മഷ്റൂം റീപ്രൊഡ്യൂസ് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ഇവരൊക്കെ എന്താണ്? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചില ടൈമിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ആൽഗേന്റെ അതൊക്കെ നമ്മൾ 11th പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൽഗെ, ഫംഗി ഒക്കെ എന്താണ്? ഈ ഒരു സ്പോറിലേഷൻ വൈ സൂസ്പോസ്, കൊണീഡിയോസ്പോസ് ഒക്കെ വഴിയാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി മോസ്റ്റ് കോമൺ സ്പോസിന് പറയാന്നുണ്ടെങ്കിൽ സൂസ്പോസ്, സൂസ് പൊറാഞ്ചിയയിൽ ഉണ്ടാവുന്ന സൂസ്പോസ് ആണ് മോസ്റ്റ്
കോമൺ ആയിട്ട് വരാറുള്ളത്. സൂസ്പോർസ് എവിടെയാ വരാറുള്ളത്? അത് നമ്മൾ നെക്സ്റ്റ് ഫിഗറിൽ കാണും. ഓക്കെ, സൂസ്പോർസ് എവിടെയാ വരാറുള്ളത്? ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ആൽഗയിലാണ് സൂസ്പോർസ് കണ്ടുവരാറുള്ളത്. കണ്ടോ, ഇതാണ് അവരുടെ സ്പൊറാഞ്ചിയ. അതിന് സ്പോർസ് കണ്ടോ, അങ്ങനെ വന്നിട്ട് അവരെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഇതാണ് മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ എമീബ. കണ്ടോ, ഇതൊരു ന്യൂക്ലിയസ് ആണ്, പാരന്റ് സെല്ലാണ്. ഈ ഒരു സിസ്റ്റിന്റെ ഉള്ളിൽ കുറേ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ഒരു സിസ്റ്റ് വാൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഫിഷൻ വഴി ഡോട്ടർ സെൽസ് റിലീസ് ചെയ്യും. എന്നിട്ട് ഇവരും എന്ത് ചെയ്യും, അണ്ടർ അൺഫേവറബിൾ കണ്ടീഷനിൽ എൻസിസ്റ്റേഷൻ നടക്കുന്നു, ദെൻ സ്പോറിലേഷൻ നടക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദിസ് എ സൈക്കിൾ ഓഫ് പ്രോസസ്. ദെൻ അനദർ കൈൻഡ് ഓഫ് സ്പോർ ആണ് കൊണീഡിയ. ഇതൊരു പെൻസീലിയാണ്. പെൻസീലിയത്തിൽ കണ്ടു ഇങ്ങനെയാണ് ഇവർ സ്പോർസ് അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ടിപ്പിൽ കൊണീഡിയ സ്പോർസ് ആണ് ഇത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം ചില സമയത്ത് ഫിഗേഴ്സ് വരെ ചോദിക്കാറുണ്ട്. CUET എക്സാം ആയിക്കോട്ടെ, ഏതൊരു എൻട്രൻസ് ലെവൽ എക്സാം ആയിക്കോട്ടെ, ടെക്സ്റ്റിൽ കൊടുത്ത്, മെയിൻലി NCERT ടെക്സ്റ്റിൽ കൊടുത്ത് ഫിഗേഴ്സ് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബഡിങ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ തേർഡ് മോഡാണ് ബഡിങ്. സോ ബഡിങ് മെയിൻലി വരാറുള്ളത് ഹൈഡ്രയിൽ ആണ്. സോ അതാണ് ഞാൻ കുറച്ചൊന്ന് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബഡിങ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത് ഹൈഡ്രയാണ്, നമ്മൾ എക്സാമ്പിൾ പറയാറുള്ളത്. ബഡിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ ന്യൂ ഓർഗാനിസം ഗ്രോസ് ഓഫ് ദ സൈഡ് ഓഫ് ദ പാരന്റ് ത്രൂ എ പാർട്ട് കോൾഡ് ബഡ്, വിച്ച് മീൻസ് സ്മോൾ ഗ്രോത്ത്. ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മോൾ ഗ്രോത്ത് ആണ്. അവർ ഈ പാരന്റിന്റെ ഏതെങ്കിലും ഒരു ബോഡിയിൽ കണ്ടോ, ഇവിടെ പാരന്റ് ഹൈഡ്ര ഉണ്ട്. പാരന്റ് ഹൈഡ്രേന്റെ ഒരു ബോഡിന്റെ ഒരു പാർട്ടാണിത്. ആ ഒരു പാർട്ടിൽ ഇവരെന്ത് ചെയ്യും, ബഡ് ഡെവലപ്പ് ചെയ്യും. ബഡ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ന്യൂ ബഡ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ബഡ് ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് സെൽഫ് ടു ഫോം എ ന്യൂ ഓർഗാനിസം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു ന്യൂ ഓർഗാനിസം ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ബഡിങ് ആരെയിലൊക്കെ നടക്കുക, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കാം. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയിൽ ബഡിങ് നടക്കാം, ഈസ്റ്റിൽ ബഡിങ് ആണ് നടക്കുന്നത്, പ്രോട്ടോസോൺ ആൻഡ് ഹൈഡ്രയിലാണ് മെയിൻലി ബഡിങ് നടക്കാറുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ വേറൊരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ജെമ്യൂൾ. ജെമ്യൂൾ ഓർ ഗെമ്യൂൾ, വാട്ട് എവർ യു ക്യാൻ സേ ഇറ്റ് ഈസ്. എ ഗെമ്യൂൾ ഈസ് ആൻ asexually formed clump of cells that can differentiate into an adult fresh water sponge. എന്താണ് ഗെമ്യൂൾ അല്ലെങ്കിൽ ജെമ്യൂൾ? ഇതെന്താണ്, ഇതാണ് സ്പോഞ്ച്. പോറിഫറയിൽ വരുന്ന ഒരു സ്പോഞ്ചിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിഗർ എൻലാർജ് ചെയ്തിട്ടാണ് ഇവിടെ ഗെമ്യൂൾ കൊടുത്തിട്ടുള്ളത്. അതെന്താണ്, ഒരു ക്ലംപ്സ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, ക്ലംപ്സ് ഓഫ് സെൽസ് ആണ്. അവർക്ക് എന്ത് ചെയ്യുക, അഡൾട്ട് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ സ്പോഞ്ചിലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ ഫിഷിന്റെ ഒക്കെ ഒരു വേറെ രൂപം തന്നെ. ഓക്കെ, ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ജെമ്യൂൾ. മനസ്സിലാക്കുക, ജെമ്യൂൾ ഇൻ സ്പോഞ്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സോ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ്, നെക്സ്റ്റ് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ഫ്രാഗ്മെന്റ്സ് നമുക്കറിയാം. ഫ്രാഗ്മെന്റ് പറഞ്ഞാൽ സ്മോൾ ഫ്രാഗ്മെന്റ്സ്, ലാർജ് ഫ്രാഗ്മെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫ്രാഗ്മെന്റ്സ് എന്താ, ഒരു ചെറിയൊരു ഭാഗം അല്ലേ? സോ ലിസൺ, എ പാരന്റ് ഓർഗാനിസം will split into multiple parts, each of which grows to become a complete independent offspring organism. ഓക്കെ, ഇവരെന്ത് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പ്ലനേരിയയിലും സ്റ്റാർ ഫിഷിലെയും എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഫ്രാഗ്മെന്റേഷൻ എന്താണ്, ഇതൊരു പ്ലനേരിയ ആണ്. പ്ലനേരിയ എന്താണ്, ഇവിടെ രണ്ട് ഭാഗമായിട്ട് മാറി. എന്നിട്ട് നോക്ക്, അവർ ന്യൂ ഒരു ഓർഗാനിസ് ആയിട്ട്, രണ്ട് ഓർഗാനിസ് ആയിട്ട് മാറി. ഓക്കെ, സോ ഇറ്റ് വിൽ ഗ്രോ ഇൻ ടു ബിക്കം എ കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ്സ്പ്രിങ് ഓർഗാനിസം. ഓക്കെ, അവരെന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പുതിയൊരു കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബഡിങ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനോടൊക്കെ തുല്യമാണ്, ലൈക്ക് സിമിലർ ആണ്, റിസംബിൾസ് സിമിലാരിറ്റി ബട്ട് വിത്ത് സം ഡിഫറൻസ്. അവരൊരു കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഓർഗാനിസ് ആയിട്ട് മാറും. ഇവിടെ നോക്ക്, സ്റ്റാർ ഫിഷിൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. അവർ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് എന്താണ്, ഒരു ന്യൂ ഓർഗാനിസ് ആയിട്ട് മാറി. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ ഇൻ സ്റ്റാർ ഫിഷ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇൻ പ്ലാനേരിയ, മറക്കരുത്. ഓക്കെ, സോ ദെൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അത് എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒക്യൂർസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കാൻ ചാൻസ് ഉണ്ട്. മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ആൻജിയോസ്പേംസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ഇൻ പ്ലാന്റ്സ് ദ യൂണിറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ഫോർ എക്സാമ്പിൾ റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ബൾബിൽ, ഇതൊക്കെ എന്താണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. അത് ഓരോ സ്പീഷീസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ഓഫ്സ്പ്രിങ്സ്. ഇവരെല്ലാവരും എന്താണ്, ന്യൂ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കേപ്പബിൾ ആണ്. സോ ഇനി എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാ പറയുന്നത്.
പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അതിൽ ഏതെങ്കിലും ആ ഒരു എന്തെങ്കിലും പ്ലാന്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു റൂട്ട് ആയിക്കോട്ടെ, ഒരു സ്റ്റെം ആയിക്കോട്ടെ, പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ട് അതൊരു ന്യൂ പാർട്ട് അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദ ന്യൂ പ്ലാന്റ്സ് കണ്ടെയ്ൻ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഓൺലി വൺ പാരന്റ്, സോ ദേ ആർ എസെൻഷ്യലി ക്ലോൺസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. നമുക്കറിയാം ഒരു പാരന്റ് മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുള്ളൂ. സോ ആ ഒരു ഉണ്ടായി വരുന്ന ഓഫ് സ്പ്രിങ് എന്താണ്, ഈ ഒരു പാരന്റ്സിന്റെ ക്ലോൺ ആണ്. ഓക്കെ, സോ അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി നമ്മൾ കാണുന്നത് ആൻജിയോസ്പേംസിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഫിഗർ ആണ്, ഫിഗർ 1.4. നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ്. ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഐസ് ഓഫ് പൊട്ടാറ്റോ. ഓക്കെ, ഇത് ജെർമിനേറ്റിംഗ് ഐബഡ്സ് ആണ്. ഈ ഒരു പൊട്ടാറ്റോ ട്യൂബറിന്റെ ഐബഡ്സ് ആണ് ഇത്. ദെൻ സെക്കൻഡ് വൺ റൈസോം ഓഫ് ജിഞ്ചർ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് ജിഞ്ചറിൽ റൈസോം ആണ്. ദെൻ അഗെയിൻ ആണ് അവിടെ സി ആയിട്ട് കാണുന്നത്, അതിൽ ബൾബിലാണ് വരുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇനി ബ്രയോഫൈലത്തിലോ ലീഫ് ബഡ്സ് ആണ്. ഈ ഒരു ബ്രയോഫൈലം ലീവ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ, ആ ഒരു ലീഫ് കൊഴിഞ്ഞ് വീണാലും അതിലെന്താണ് അഡ്വൻറ്റീഷ്യസ് ബഡ്സ് വന്നിട്ട് അവരെന്തെയും പിന്നീട് വീണ്ടും ഒരു പുതിയ ലീഫ് ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇ, ദാറ്റ് ഈസ് ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിൻറ്റ്. വാട്ടർ ഹയാസിൻറ്റ് അതൊരു ഓർണമെന്റൽ സ്പീഷീസ് ആണ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഓഫ്സെറ്റ് ആണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇനി നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കുക. അതിൽ വൺ സൈഡിൽ വെജിറ്റേറ്റീവ് പാർട്ട് കൊടുത്തിട്ടുണ്ട്, ദെൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഏതൊക്കെ പ്ലാന്റ് സ്പീഷീസിലാണ് ഇത് കാണുന്നത് എന്നാണ് പറയുന്നത്. സോ റൂട്ട്സ് വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ട് വരുന്നതാണ് ഡാലി എന്ന ഫ്ലവറിൽ, പിന്നെ ആസ്പാരഗസ്, ദാൽബർജിയ, ഗുവ ആൻഡ് ടാപ്പിയോക്ക. ടാപ്പിയോക്ക നമ്മുടെ കപ്പ. ദെൻ സ്റ്റെംസ് വരുന്നത്, ഇപ്പൊ നമ്മൾ വിചാരിക്കും പൊട്ടാറ്റോന്റെ ഒക്കെ റൂട്ടാണ് വെജിറ്റേറ്റീവ് പാർട്ടായിട്ട് വരുന്നത് എന്ന്. അല്ല, ട്യൂബേഴ്സ് എന്ന് പറയുന്നത് പൊട്ടാറ്റോന്റെ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ദെൻ ആർട്ടിക് കോക്കിലും എന്താണ് ട്യൂബേഴ്സ് ആണ് ഉള്ളത്. ദെൻ ബൾബ്സും ബൾബിലും ഒരിക്കലും മാറിപ്പോകരുത്. ബൾബ്സ് കാണുന്നത് ഗാർലിക്കിലും ഒനിയനിലും ആണ്. ബൾബിൽ കാണുന്നത് അഗേവ്, ലിലി, ഡയോസ്കോറിയയിലൊക്കെയാണ്. സോ ഇതാ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. ബൾബിൽ എവിടെയാ കാണുന്നത്? അഗേവ്, ലിലി ആൻഡ് ഡയോസ്കോറിയ. ദെൻ റൈസോ നമ്മൾ ആ ഫിഗറിൽ കണ്ട പോലെ ജിഞ്ചറില്, പിന്നെ ടർമറിക്, ബനാന, ഡ്രാപ്റ്ററീസ്. ഓക്കെ, മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ജിഞ്ചർ, ടർമറിക്. പിന്നെ കോംസ് കാണുന്നത് എവിടെയാ? കൊളോക്കേഷ്യ, ക്രോക്കസ്, അമോഫോ, ഫാലസ്. സക്കേഴ്സ് എവിടെയാ വരുന്നത്? മിന്റിലും ക്രൈസാൻഡിയത്തിലും. റണ്ണേഴ്സ് എവിടെയാ വരുന്നത്? ഓക്സാലിസിലും സെന്റിയലയിലും. ദെൻ സ്റ്റോളൻ വരുന്നത് ജാസ്മിനിൽ. ഓക്കെ, സ്റ്റോളൻ വരുന്നത് ജാസ്മിനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഓഫ്സെറ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പിസ്റ്റിയ ആൻഡ് ഐക്കോർണിയ. ഇതിലാണ് ഓഫ്സെറ്റ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ CUET UG ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ലീവ്സ് കാണുന്നത് എവിടെയാണ്? ബ്രയോഫൈലം. ലീഫ് മോഡിഫിക്കേഷൻ വെജിറ്റേറ്റീവ് പാർട്ടായിട്ട് വരുന്നത് ബ്രയോഫൈലം, പിന്നെ ബെഗോണിയ, കലഞ്ചോയ് ആൻഡ് വാക്കിംഗ് ഫേൺ. അതിൽ ബ്രയോഫൈലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബൾബിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗേവിൽ കാണുന്നുണ്ട് ലിലി ആൻഡ് ഡയസ്കോറിയ. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്യാത്ത ഒന്നാണ് ട്യൂറിയോൺസ്. അത് ഫ്ലഷി ബഡ്സ് ആണ്, അക്വാറ്റിക് പ്ലാന്റ്സിലാണ് കാണപ്പെടാറുള്ളത്. പെട്ടോമോക്കേഷൻ ആൻഡ് യൂട്രിക്കുലറിയിലാണ് ഇത് കണ്ടുവരാറുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. ഇതിൽ മെയിൻലി സ്റ്റെം മോഡിഫിക്കേഷൻസ്, പിന്നെ ലീവ്സ് ആൻഡ് ബൾബിൾസ്, ഇതാണ് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു നോട്ട് പോലെ പറയുന്നതാണ് വാട്ടർ ഹയാസിൻത്. നമുക്കറിയാം ഐക്കോർണിയനെയാണ് നമ്മൾ ഈ ഒരു വാട്ടർ ഹയാസിൻത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ടെറർ ഓഫ് ബംഗാൾ എന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാ? ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതൊരു ഓർണമെന്റൽ സ്പീഷീസ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓഫ്സെറ്റ് അങ്ങനെ വന്ന് ഇവർക്ക് പെട്ടെന്ന് എന്താ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്. സോ ഇവരെന്ത് ചെയ്യും? വാട്ടറിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിലുള്ള ഓക്സിജൻസ് ഒക്കെ ഡ്രെയിൻ ചെയ്തെടുക്കും. ഓക്സിജൻ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിലുള്ള ഫിഷസിനൊക്കെ ഡെത്ത് സംഭവിക്കും. അൾട്ടിമേറ്റ്ലി ദേ വിൽ ഡൈ.
ഓക്കെ, സോ അത് കാരണമാണ് വാട്ടർ ഹയാസിന്ത് ടെറർ ഓഫ് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഇതാണ് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ പാർട്ട്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ്. അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് ഇൻവോൾവ് ഓഫ് ടു പാരന്റ്സ് അവിടെ നടക്കുന്നുണ്ട്, ഇൻവോൾവ്മെന്റ് നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? അവിടെ വൺ പാരന്റ് ഉണ്ടാവുള്ളൂ, ഇവിടെ ടു പാരന്റ്സ് വരുന്നുണ്ട്. ദെൻ ഇറ്റ് റിസൾട്ട് ഇൻ ഓഫ് സ്പ്രിങ് ദാറ്റ് ആർ നോട്ട് ഐഡന്റിക്കൽ ടു ദ പാരന്റ്സ് ഓർ ടു ദംസെൽഫ്. അവരെന്താണ്, തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ചില സമയത്ത്, അല്ലെങ്കിൽ പാരന്റ്സുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടാവും, ബട്ട് ക്ലോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദേ ആർ വേരിയൻസ് എന്ന് പറയാം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി വരുന്നത് നമുക്ക് വേരിയൻസ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ദ ഓർഗാനിസം റിക്വയർ ടു റീച്ച് മെച്യൂരിറ്റി. അവർ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, അവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ നമ്മൾ ഇനി ഇവിടെ കാണുന്നത് ഗ്രോത്ത് സ്റ്റേജസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് സ്റ്റേജസ് ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഒരു ഹ്യൂമന്റെ ഗ്രോത്ത് സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ ആവണമെന്നില്ല, പ്ലാന്റ്സ് ആവോ എന്തും ആയിക്കോട്ടെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസത്തിലുള്ള ഗ്രോത്ത് സ്റ്റേജസ് ആണ് ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ജുവനൽ ഫേസ് എന്താണ്? പീരിയഡ് ഓഫ് ഗ്രോത്ത് ബിഫോർ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന് മുന്നേ ഉള്ള പീരിയഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജുവനൽ ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഓക്കെ, ദിസ് വിൽ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഗമേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലാണ്. സെനസെൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾഡ് ഏജ് ആൻഡ് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ലിഡ് ടു ഡെത്ത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്താണ് ജുവനൈൽ ഫേസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ജുവനൈൽ ഫേസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയാം. ഒരു വെജിറ്റേറ്റീവ് ഫേസ് ആണ്. ഓക്കെ, ഇത് എല്ലാ ഓർഗാനിസത്തിലും ഡിഫറെന്റ് ഡ്യൂറേഷൻസ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ജുവനൈൽ ഫേസ് മെച്യൂരിറ്റി, ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തുന്നതിൽ ടൈം എടുക്കും ചിലതിൽ. ഓക്കെ, സോ ഈ ഒരു ട്രാൻസിഷൻ ട്രിഗർ ചെയ്യുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. മേ ബി ഹോർമോൺസ് ആവാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കും, എന്തും ആയിരിക്കാം. ഓക്കെ, ദെൻ മാർക്സ് ദ റെഡിനെസ് ഫോർ റീപ്രൊഡക്ഷൻ. അങ്ങനെ ഈ ഒരു ജുവനൈൽ ഫേസ് കഴിയുന്നതോടെ ഇതെന്താണ്, ഈ ഒരു റീപ്രൊഡക്ഷന് റെഡി ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് ടൈംസ് വേരി ചെയ്യും. ഓക്കെ, ഒരു പ്ലാന്റ് ഉണ്ടായിട്ട് ഈ ഒരു ജുവനൈൽ ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസ് അറ്റൈൻ ചെയ്യാൻ എന്താണ്, പല ഫ്ലവേഴ്സിൽ പല ടൈം എടുക്കും. ഓക്കെ, സോ മെരി ഗോൾഡിൽ എന്താണ്, അത് ഉണ്ടായി ആ ഒരു ജുവനൈൽ ഫേസ് കഴിഞ്ഞ് ഫ്യൂ മന്ത്സിൽ തന്നെ ഫ്ലവറിംഗ് നടക്കും. ബട്ട് ബാംബുവിനെ നോക്ക്, ബാംബു വൺസ് ഇൻ 50 to 100 years ആണ്. അങ്ങനെ 100 years അല്ലെങ്കിൽ 50 years കഴിഞ്ഞ് ബാംബു ഫ്ലവർ ചെയ്യാന്നുണ്ടെങ്കിൽ അവരെന്താ ലാർജ് നമ്പർ ഓഫ് ഫ്ലവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും നീലക്കുറിഞ്ഞി. നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നീലക്കുറിഞ്ഞി ഉള്ള സമയത്തൊക്കെ കാണുന്നതാണ്. നീലക്കുറിഞ്ഞി വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റേൺ ഗാർഡ്സിൽ. ഓക്കെ, സോ നീലക്കുറിഞ്ഞി വൺസ് ഇൻ 12 yearsലാണ് അവർ ഫ്ലവർ ചെയ്യാറുള്ളത്. അതാണ് ഫ്ലവറിംഗ് ടൈം എന്താണ്, വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ജുവനൈൽ ഫേസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ദെൻ നമ്മൾ ആനിമൽസിലുള്ള റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് പറയുന്നത്. ഇത് മാർക്ക് ചെയ്യുന്നത് മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും റീപ്രൊഡക്റ്റീവ് ഫേസിൽ. വേരിയബിൾ ഡ്യൂറേഷൻ ആവും സ്പീഷീസിലൊക്കെ ജുവനൈൽ ഫേസ് പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ബേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് ഉണ്ട് എഗ് ലേയിങ് ഇൻ നാച്ചുറൽ, അതായത് നാച്ചുറൽ സാധാരണ കണ്ടുവരുന്ന ഒരു സീസൺ ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ബ്രീഡ് ചെയ്യും. പക്ഷെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്താ, ദേ വിൽ ലേ ഇൻ ക്യാപ്റ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ പോൾട്രിയിലൊക്കെ കണ്ടിട്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ബ്രീഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അതാണ് സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, മാമൽസിൽ എങ്ങനെയൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് വരുന്നതെന്നാണ്. ഓക്കെ, സോ പ്ലാസന്റൽ മാമൽസ് എക്സിബിറ്റ് സൈക്ലിക്കൽ റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ്. അവരെന്താണ്, സൈക്ലിക്കൽ റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ് ആണ് കണ്ടുവരാറുള്ളത്. നോൺ പ്രീമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രസ് സൈക്കിൾ ആണ് പ്രീമേറ്റ്സിൽ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസ്, ഗൊറില്ലയിലൊക്കെ ഏതാണ്, മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോൾഡ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രീമേറ്റ്സിൽ ഈസ്ട്രസ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ പ്രീമേറ്റ്സിൽ എന്താണ്, മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഓക്കെ അല്ലേ?
എന്താണ് സെനസെൻസ് ഫേസ്? അത് ഓൾഡ് ഏജ് ആണ്. ഓൾഡ് ഏജിനാണ് നമ്മൾ വേറൊരു പേര് പറയുന്നതാണ് സെനസെൻസ് ഫേസ്. ദെൻ ഇറ്റ് അൾട്ടിമേറ്റ്ലി ലിഡ്സ് ടു ഡെത്ത്. ഓക്കെ, ആ ഒരു ഫേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അൾട്ടിമേറ്റ്ലി ലിഡ്സ് ടു ഡെത്ത് ആണ്. ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹോർമോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ത്രീ ഫേസസ്. ഏതൊക്കെയാണ് ആ ത്രീ ഫേസസ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെൻസ് ഫേസ്. അപ്പൊ ഹോർമോൺസ് ആണ് ഇതിലൊക്കെ ഈ ഒരു ട്രാൻസിഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ സെഷൻ ടുഡേ. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ലൈഫ് സ്പാൻ ഡിസ്കസ് ചെയ്തു, ദെൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, vegetative propagation and vegetative propagules. Then we just discussed about sexual reproduction and phases, different phases. Okay, so we are winding up this session. Thank you.